ശ്രീ മിഥുൻ വിജയകുമാർ, ഒരു സൈനിക തിരിച്ചടി തന്നെ ഉണ്ടാകും ഈ ഘട്ടത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ പിടിച്ചു നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള തന്ത്രം തുടരുമെന്നാണോ? മഞ്ജുഷ്, നമ്മൾ രണ്ട് രീതിയിലും നോക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇന്ത്യ ഈ പറഞ്ഞ പോലെ ക്വാഡ് രാജ്യങ്ങളും SCO G20 പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ഇന്റർനാഷണലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഇഷ്യൂവിനെ. അതിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ റോള് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് കണ്ടെത്തിയൊരു പുതിയ കാര്യമുണ്ട്. ഇതിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഷിം മൂസ എന്നറിയപ്പെടുന്ന ആള്, ഹാഷിം മൂസ പാകിസ്ഥാനി തീവ്രവാദിയാണ്. പിന്നെ പഹൽഗാം മാസക്കർ നടത്തുന്നതിൽ വലിയൊരു പങ്ക് അയാൾക്കാണുള്ളത്. ഇതിനു മുമ്പ് പാകിസ്ഥാന്റെ ഫോർമർ ഒരു പാരാ കമാൻഡോ ആയിട്ട് ജോലി ചെയ്ത ആളാണ്. പാകിസ്ഥാൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസിൽ ജോലി ചെയ്ത ആളാണ് ഈ ഹാഷിം മൂസ. അപ്പൊ അയാൾക്ക് ഇതിൽ ആരാണ് ട്രെയിനിങ് കൊടുത്തത്? മാത്രമല്ല, ഈ പറയുന്ന സംഭവ സ്ഥലത്ത് നിന്ന് ചൈനീസ് ഡിവൈസസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട്. അപ്പം ഈ പറഞ്ഞ പോലെ ചൈനയ്ക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? കാരണം ഹുവൈ സാറ്റലൈറ്റ് ഫോൺസിന്റെ മൂവ്മെന്റ് ആ ഏരിയയിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പും പലതവണ പാകിസ്ഥാനി തീവ്രവാദികളെ പിടികൂടിയപ്പോഴൊക്കെ തന്നെ അവിടെ ചൈനീസ് നാവിഗേഷൻ സിസ്റ്റംസ് പലപ്പോഴും ഇന്ത്യൻ ആർമിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ബെയ്ഡുവായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഫോൺസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തീവ്രവാദികളെ പിടികൂടിയപ്പം അവിടെ അൾട്രാസെറ്റ് എന്ന് പറയുന്ന പാകിസ്ഥാന് വേണ്ടി മാത്രം ചൈന കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം അത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെ തീവ്രവാദികളിലേക്ക് എത്തി? അപ്പൊ പാകിസ്ഥാൻ സേനയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചൈന കസ്റ്റമൈസ് ചെയ്യുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പം തീവ്രവാദികളുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ചൈനയ്ക്ക് ഇതിൽ എന്താണ് ഒരു സ്ട്രാറ്റജിക് റോൾ ഉണ്ടോ, അല്ലെ ചൈന ഇത് ഒളിയമ്പ് ചെയ്യുകയാണോ ഇന്ത്യക്ക് നേരെ എന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും പ്രധാനമായ ഒരു ശത്രു എന്ന് കാണുന്നത് പാകിസ്ഥാനാണ്. എപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ തീർച്ചയായിട്ടും എല്ലാ കാലത്തും തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചൈനയുടെ ഒരു റോൾ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം വിഴിഞ്ഞം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം ചൈനീസ് ഫണ്ടഡ് ആയിട്ടുള്ള ഹംബാൻ ടോട്ട, ഈ ശ്രീലങ്കയിലെ പോർട്ട്, ഗ്വാദർ പോർട്ട്, ഇവിടെയൊക്കെ ഉള്ള ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഒന്ന് കുറയാൻ പോവുക. കാരണം വിഴിഞ്ഞം ഒരു നോൺ ചൈനീസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല രാജ്യങ്ങളും കാണാൻ തുടങ്ങും. അപ്പൊ ചൈനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യയുമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു എന്താ പറയുക, ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്റേണലി ഇന്ത്യ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു രാജ്യം ചൈന കൂടിയാണ്. അപ്പൊ പാകിസ്ഥാന്റെ റോൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറുഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈനീസ് സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനായിട്ട് നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രമങ്ങൾക്ക്, പാകിസ്ഥാനെതിരെയുള്ള നയതന്ത്ര നീക്കമാകട്ടെ അതുപോലെ തന്നെ സൈനിക തിരിച്ചടി നൽകുന്നതിലാകട്ടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ചോദ്യം. അല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണ പിന്തുണ ഇതിലുണ്ടോ നമുക്ക് തോന്നുന്നില്ല. കാരണം ശരി മിഥുൻ, ഇതിൽ ഷാക്കിർ കൂടി പറയട്ടെ. ഷാക്കിർ,